എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജോഗ്രഫിയുടെ മാപ്പിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ലോക ഭൂപടത്തിൽ നമ്മൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളത് ശരിക്കും അങ്ങനെ ചെയ്താൽ മതി. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അതൊന്ന് പൊടി തട്ടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് മൊത്തം 7 വൻകരകളുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ. ഇതാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇങ്ങനെ 7 വൻകരകൾ നമുക്കുണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനമൊന്ന് നിങ്ങൾ നോക്കി വെച്ചോളൂ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സെൻട്രലിലൂടെ ഭൂമധ്യരേഖ പോകുന്നു. ഭൂമധ്യരേഖയിൽ നിന്ന് നമുക്ക് ഈ ഭാഗം വടക്കേ അമേരിക്ക, ഈ ഭാഗം തെക്കേ അമേരിക്ക, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിനോട് ചേർന്നിട്ട് ആഫ്രിക്ക ഉണ്ട്. ആഫ്രിക്കയുടെ മേലെ ഒക്കെ ആയിട്ട് യൂറോപ്പ്, ഏഷ്യ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓസ്ട്രേലിയ, ഇവിടെ അന്റാർട്ടിക്ക. ഇങ്ങനെയാണ് നമ്മുടെ ഭൂപടത്തിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം മൺസൂൺ കാലാവസ്ഥ മേഖല നോക്കാം. ചിത്രം 2.2 നിങ്ങളുടെ പേജ് നമ്പർ 38 കൊടുത്തിട്ടുണ്ട്. മൺസൂൺ കാലാവസ്ഥ മേഖലകൾ എവിടെയൊക്കെയുണ്ട്? വടക്കേ അമേരിക്കയിലുണ്ട്, അതുപോലെ തന്നെ തെക്കേ അമേരിക്കയുടെ ഈ ഭാഗത്തുണ്ട്, ആഫ്രിക്കയുടെ ഈ ഭാഗത്തായിട്ടുണ്ട്, ഏഷ്യ, ഇന്ത്യക്കടക്കം ഉൾപ്പെടുന്ന ഏഷ്യയുടെ ഭാഗത്തായിട്ടുണ്ട്, ഓസ്ട്രേലിയയുടെ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ മൺസൂൺ കാലാവസ്ഥ മേഖല എന്ന് പറഞ്ഞാൽ അതൊരു ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏകദേശം ഒരു 23.5 വടക്ക്, 23.5 തെക്ക്, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് പൊതുവെ, അല്ലെങ്കിൽ ഒരു 30 വരെയൊക്കെ നമുക്ക് മാക്സിമം പോവാം. അതിൻ്റെ ഇടയിലായിട്ടായിരിക്കും ഈ ഭാഗങ്ങൾ വരിക. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളാണ് ഈ പറയുന്ന മൺസൂൺ കാലാവസ്ഥ മേഖല എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പല ചോദ്യങ്ങൾ വരാം. ഒന്ന്, നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളും വ്യാപകമായി കാണപ്പെടുന്ന വടക്കേ അമേരിക്കയിലെ ഒരു കാലാവസ്ഥ മേഖല, അങ്ങനെ ഒരു ചോദ്യം വരാം. അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന വടക്കേ അമേരിക്കയുടെ ഭാഗം, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ അമേരിക്ക, ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ അമേരിക്കയുടെ ഈ ഭാഗത്തുള്ള മൺസൂൺ കാലാവസ്ഥ മേഖല അടയാളപ്പെടുത്തുക. അങ്ങനെ ഷെയ്ഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളും വ്യാപകമായി കാണപ്പെടുന്ന തെക്കേ അമേരിക്കയിലെ ഒരു കാലാവസ്ഥ മേഖല, അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന തെക്കേ അമേരിക്കയുടെ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ മതി. ഈ ഭാഗം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയാൽ മതി. പിന്നെ നിങ്ങളോട് ചോദിക്കുകയാണ് നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളും വ്യാപകമായി കാണപ്പെടുന്ന ആഫ്രിക്കയിലെ ഒരു കാലാവസ്ഥ മേഖല, അഥവാ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ആഫ്രിക്കയുടെ ഭാഗം. അപ്പോൾ ആഫ്രിക്കയുടെ ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ആഫ്രിക്കയുടെ ഈ ഭാഗത്തായിട്ടാണ് മൺസൂൺ കാലാവസ്ഥ മേഖല ഉള്ളത്. അടുത്തത്, നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളും വ്യാപകമായി കാണപ്പെടുന്ന ഏഷ്യയിലെ ഒരു കാലാവസ്ഥ മേഖല, അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളും വ്യാപകമായി കാണപ്പെടുന്ന ഓസ്ട്രേലിയയിലെ ഒരു കാലാവസ്ഥ മേഖല, അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ മൺസൂൺ കാലാവസ്ഥ മേഖല എവിടെയാണെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അടയാളപ്പെടുത്തേണ്ടത്, ഈ ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, തെക്കേ അമേരിക്കയുടെ ഭാഗം ഇത്, വടക്കേ അമേരിക്കയുടെ ഭാഗം ഇത്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലായി, നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളും മൺസൂൺ കാലാവസ്ഥ മേഖലയുടെ പ്രത്യേകതയാണെന്നുള്ള റിവിഷൻ കൂടി നിങ്ങൾക്ക് കിട്ടി. അടുത്ത നിങ്ങളോട് സാവന്ന കാലാവസ്ഥ മേഖല ചോദിക്കുകയാണെങ്കിൽ, സാവന്ന എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖലയിലുള്ള ഒരു പുൽമേടാണ്. ഉഷ്ണമേഖല പുൽമേടാണ് സാവന്ന എന്ന് പറയുന്നത്. പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഉഷ്ണമേഖല എന്ന് പറയുമ്പോൾ ഈ 23.5 ഉള്ളിൽ തന്നെയാണ് വരിക. കണ്ടോ, സാവന്ന ഇവിടെ തെക്കേ അമേരിക്കയുടെ ഭാഗത്തുണ്ട്, 2 ഉണ്ട്, ലാനോസ്, കാമ്പോസ്. ആഫ്രിക്കയുടെ ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഭാഗത്തുണ്ട്. അപ്പം ചോദ്യങ്ങൾ വരാം. വെനസ്വലയിലെ ഉഷ്ണമേഖലാ പുൽമേട് അല്ലെങ്കിൽ ലാനോസ് പുൽമേട്
അല്ലെങ്കിൽ വെനസ്വേലയിലെ സാവന്ന കാലാവസ്ഥാ മേഖല, ഇങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം ലാനോസ് എന്ന് പറയുന്ന ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. കണ്ടോ, ഇത്രയും ചോദ്യങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗം ഇതാണ്, ലാനോസ്. പിന്നെ ഒരു ചോദ്യം വരാം, തെക്കൻ ബ്രസീലിലെ ഉഷ്ണമേഖലാ പുൽമേട് അല്ലെങ്കിൽ കാംബോസ് പുൽമേട് അല്ലെങ്കിൽ തെക്കൻ ബ്രസീലിലെ സാവന്ന കാലാവസ്ഥാ മേഖല, ഇങ്ങനെയാണ് ഇതിലേതെങ്കിലും ഒരു രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം കാംബോസ് ആണ്. അപ്പോൾ കാംബോസ് എന്ന് പറയുന്നത് ഇതാണ് കാംബോസ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കാംബോസ് എന്ന് എഴുതിയാൽ മതി. പിന്നെ അടുത്തൊരു ചോദ്യം വരാം, ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പുൽമേട്. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പുൽമേടിൻ്റെ പേര് തന്നെയാണ് സാവന്ന. ഇതിന് മൊത്തത്തിൽ ഉഷ്ണമേഖലാ പുൽമേടുകളെ നമ്മൾ മൊത്തത്തിൽ സാവന്ന എന്നാണ് വിളിക്കാറുള്ളത്. ആഫ്രിക്കയിലെ പുൽമേടാണ്. അതുണ്ടോ, ഇത്രയും ഭാഗങ്ങൾ, ഒരു മെജോറിറ്റി ഭാഗവും നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. മെജോറിറ്റി ഭാഗവും നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ നിങ്ങളോട് അടുത്ത് ചോദിക്കാം, ഓസ്ട്രേലിയയിലെ ഉഷ്ണമേഖലാ പുൽമേടുള്ള പ്രദേശം. അപ്പം ഓസ്ട്രേലിയയുടെ ഉഷ്ണമേഖല ഉള്ള പ്രദേശം നിങ്ങൾ അടയാളപ്പെടുത്തി. അപ്പോൾ ഇത് പേജ് നമ്പർ 40 കൊടുത്തിട്ടുണ്ട്, ചിത്രം 2.4. നിങ്ങളോട് ചോദിക്കാം, ഉഷ്ണ മരുഭൂമികൾ. ഈ ഭാഗത്തു നിന്ന് വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങൾ വരാം, വളരെയധികം സാധ്യതയുണ്ട്. ഒന്ന് വടക്കേ അമേരിക്കയുടെ ഭാഗത്തുണ്ട്, അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ ഭാഗത്ത്, ആഫ്രിക്കയുടെ ഭാഗത്ത് സഹാറ, ആഫ്രിക്കയുടെ ഭാഗത്ത് നമീബും കൽഹാരിയും വേറെയുണ്ട്. ഏഷ്യയുടെ ഭാഗത്ത് അറേബ്യൻ മരുഭൂമിയുണ്ട്. ഓസ്ട്രേലിയ മരുഭൂമി ഓസ്ട്രേലിയയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഓൾറെഡി ഒന്ന് കാണുന്നത് വളരെ നല്ലതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാൻ സാധ്യത വളരെ ഏറെയാണ്. പേജ് നമ്പർ 42, ചിത്രം 2.6 അപ്പോൾ അവിടെ നിങ്ങളോടൊരു ചോദ്യം വരാം, വടക്കേ അമേരിക്കയിലെ ഉഷ്ണമരുഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രദേശം അടയാളപ്പെടുത്തുക. ഇതാണ് വടക്കേ അമേരിക്കയുടെ, ഇതെല്ലാം പടിഞ്ഞാറ്, ഓരോ വൻകരയുടെയും പടിഞ്ഞാറ് ഭാഗത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ വടക്കേ അമേരിക്കയുടെ ഭാഗത്തുള്ള മരുഭൂമി ഇതാണ്. അടുത്തൊരു ചോദ്യം വരാം, തെക്കേ അമേരിക്കയിലെ ഉഷ്ണമരുഭൂമി. ഉത്തരം അറ്റക്കാമ. തെക്കേ അമേരിക്കയിലെ ഉഷ്ണമരുഭൂമി കണ്ട, ഇതും പടിഞ്ഞാറ് ഭാഗത്ത്, ഇതാണ് അറ്റക്കാമയാണ് അത് ചോദിച്ചത്. അറ്റക്കാമയാണ് അതിൻ്റെ ഉത്തരം, അവിടെ അടയാളപ്പെടുത്തുക. പിന്നെ അടുത്തൊരു ചോദ്യം വരാം, 2026 SSLCക്ക് റിപ്പീറ്റ് ചോദിച്ചൊരു ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി, അല്ലെങ്കിൽ ചോദിക്കാം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം സഹാറയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി എന്നോ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം സഹാറ എഴുതാം. സഹാറ കണ്ടില്ലേ, ആഫ്രിക്കയിലെ ഈ മേൽഭാഗത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ആര്? സഹാറ. ഇതാണ് സഹാറ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോക ഭൂപടങ്ങളിൽ ആഫ്രിക്ക ഇതാണെന്നും, ഇത് യൂറോപ്പാണെന്നും, ഇത് ഏഷ്യ ആണെന്നും, ഇതാണ് ആഫ്രിക്ക എന്നും ഒക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇത് വേഗം കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇത് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. നിരന്തരം നോക്കുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിൽ അത് പതിയും. അടുത്തൊരു ചോദ്യം വരാം, ദക്ഷിണായന രേഖ കടന്നു പോകുന്ന ആഫ്രിക്കയിലെ ഉഷ്ണമരുഭൂമി. ഉത്തരം നമീബാണ്. ദക്ഷിണായന രേഖ കടന്നു പോകുന്ന ആഫ്രിക്കയിലെ ഉഷ്ണമരുഭൂമി. ഉത്തരം നമീബാണ്. ഇതാ നമീബ്, ഇതാ കണ്ട. കാര്യം ഈ 23.5 ഡിഗ്രി തെക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദക്ഷിണായന രേഖ എന്ന് പറയുന്നത്. ആ ദക്ഷിണായന രേഖ കടന്നു പോകുന്നത് നമീബ് എന്ന് പറയുന്ന കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ലൈന് ഏതിലൂടെ പോകുന്നുണ്ട്, നമീബിലൂടെയും പോകുന്നുണ്ട്, തെക്കേ അമേരിക്കയിലെ അറ്റക്കാമയിലൂടെ പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ ഓസ്ട്രേലിയയും ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം തെക്കേ അമേരിക്കയിലെ ദക്ഷിണായന രേഖ കടന്നു പോകുന്ന തെക്കേ അമേരിക്കയിലെ മരുഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റക്കാമ എഴുതാം. ആഫ്രിക്കയിലെ ചോദിച്ചു കഴിഞ്ഞാൽ നമീബ് എഴുതാം. പിന്നെ നിങ്ങൾക്ക് ബുഷ്മൻ ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്ന ഉഷ്ണമരുഭൂമി പഠിച്ചതാണ്, കലഹാരിയാണ്. കലഹാരി ഇതാ ഇവിടെ, കലഹാരിയാണിത്, കലഹാരി. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കലഹാരി എന്ന് എഴുതാം. പിന്നെ ഏഷ്യയിലെ ഉഷ്ണമരുഭൂമി. ഉത്തരം അറേബ്യൻ മരുഭൂമിയാണ്. ഏഷ്യയിലെ ഉഷ്ണമരുഭൂമി ഇതാണ് ഏഷ്യയിലെ ഉഷ്ണമരുഭൂമി. ഏഷ്യയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ, ഏഷ്യയുടെ ഈ അറ്റത്തായിട്ട്, എന്നാൽ നമ്മുടെ ആഫ്രിക്കയോടും യൂറോപ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇങ്ങനെ ചേർത്തിട്ട് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തുക. ഇതാണ് നമ്മുടെ അറേബ്യൻ മരുഭൂമി. ഓസ്ട്രേലിയയിലെ ഉഷ്ണമരുഭൂമി അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി അടയാളപ്പെടുത്തുക. ഇങ്ങനെയും ചോദ്യം വരാം. ഓസ്ട്രേലിയയിലെ ഉഷ്ണമരുഭൂമി അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ മരുഭൂമി. ദക്ഷിണാർദ്ധഗോളത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമീബിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്, അറ്റക്കാമയുടെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് അടയാളപ്പെടുത്തുക.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു മരുഭൂമി, ഒന്നോ രണ്ടോ മരുഭൂമികൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖലയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖല, മെഡിറ്ററേനിയൻ കടൽ ഇതാണ്. ആഫ്രിക്ക, അതുപോലെ ഏഷ്യ, യൂറോപ്പ്, ഇതിൻ്റെ മൂന്നിൻ്റെയും നടുവിലൂടെയുള്ള ഈ ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന ആ പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് പ്രധാനമായിട്ടും മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖല. എന്നാൽ വടക്കേ അമേരിക്കയുടെ ഭാഗത്തും തെക്കേ അമേരിക്കയുടെ ഭാഗത്തും ആഫ്രിക്കയുടെ ഭാഗത്തും മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്നുണ്ട്. പേജ് നമ്പർ 45-ലാണത്, ചിത്രം 2.9. അപ്പോൾ നിങ്ങളോട് ചോദ്യം വരാം, മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന വടക്കേ അമേരിക്കയിലെ പ്രദേശം. മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന വടക്കേ അമേരിക്ക, അപ്പോൾ വടക്കേ അമേരിക്ക ഇതാണ്. അപ്പോൾ കണ്ടോ, ഇതാണ്, ഇവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഏകദേശം വല്ലാതെ താഴോട്ടേക്കല്ല, കുറച്ച് മേലോട്ടേക്കായി, 23.5-യുടെ മേലെയാണ്, 23.5-യുടെ മേലെയാണ് നിങ്ങളിത് കാണുന്നത്. കാര്യം മിതോഷ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉഷ്ണമേഖല വിട്ടു. ഓക്കെ, ആ ഒരു ലോജിക്ക് നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കുക. പിന്നെ നിങ്ങൾക്ക് വരാം മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന തെക്കേ അമേരിക്കയിലെ പ്രദേശം. അപ്പോൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന തെക്കേ അമേരിക്കയിലെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതും എന്താണ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ഇതും 23.5-യുടെ അടിയിലാണ്, 23 ഡിഗ്രി തെക്കിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം, മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായി കാണപ്പെടുന്ന കാലാവസ്ഥ മേഖല. അതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖലയുടെ പ്രധാനപ്പെട്ട ഭാഗം. മെഡിറ്ററേനിയൻ കടൽ ഇതാ അതിന് ചുറ്റിലും ഇങ്ങനെ കണ്ട, യൂറോപ്പിലും ആഫ്രിക്കയിൽ കുറച്ചുണ്ട്, യൂറോപ്പിലുണ്ട്, ഏഷ്യയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 3 ഭാഗങ്ങളിലായിട്ട് ഇതാ ഇത്രയും ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ്. അതായത് 23.5-യുടെ മേലെയാണ് കേട്ടോ. ഇതും നോക്കൂ, 23.5-യുടെ മേലെയാണ്. ഇനി അടുത്തത് നാരകഫലങ്ങളുടെ ഉൽപ്പാദനം ഏറ്റവും കൂടുതലുള്ള കാലാവസ്ഥ മേഖല. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള ഈ മെഡിറ്ററേനിയൻ ഇതന്നെയാണ് ഈ പറഞ്ഞ 3-ാമത്തെ ചോദ്യവും 4-ാമത്തെ ചോദ്യവും. നാരകഫലങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? മെഡിറ്ററേനിയൻ കാലാവസ്ഥയിലാണ്. ലോകത്തിൽ വൈൻ ഉൽപ്പാദനത്തിന് മുമ്പിലുള്ള കാലാവസ്ഥ മേഖല ചോദിച്ചു കഴിഞ്ഞാലും മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖലയാണ്. വൈൻ ഉൽപ്പാദനത്തിലും ഇവിടെ തന്നെയാണ്. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ആഫ്രിക്കയിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, 23.5-യുടെ അടിയിലുള്ള ആഫ്രിക്കയുടെ 23 ഡിഗ്രിക്ക് താഴെ തെക്കിന് അടിയിലുള്ള ഭാഗം. ഇത്രയും ഭാഗങ്ങളാണ് നോട്ട് ദ പോയിൻറ്റ്, 23 ഡിഗ്രിയുടെ മേലെയും താഴെയുമായിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് മിതോഷ്ണ പുൽമേടുകൾ വരാം. നേരത്തെ നമ്മൾ ഉഷ്ണമേഖലാ പുൽമേടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിതോഷ്ണം എന്ന് പറയുമ്പോൾ അത് കണ്ടില്ല, 23.5-യുടെ മേലേക്ക് പിന്നെയും കയറി, കണ്ടോ, ഇവിടെയും 23.5-യുടെ താഴോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. വടക്കേ അമേരിക്കയിൽ പ്രയറി ഉണ്ട്, തെക്കേ അമേരിക്കയിൽ പാമ്പാസ് ഉണ്ട്, ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട്, അതായത് യുറേഷ്യയിലായിട്ട് നിൽക്കുന്നത് സ്റ്റെപ്പിയാണ്. പിന്നെ ആഫ്രിക്കയിൽ വെൽഡ്, ഓസ്ട്രേലിയയിൽ ഡൗൺസ്, ഇങ്ങനെയാണ്, ഇത്രയുമാണ്. അപ്പം ഈ ഭാഗത്ത് വരുന്ന പുൽമേടുകളെയാണ് നമ്മൾ മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയാം. അപ്പം മിതോഷ്ണ പുൽമേടുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുമ്പം കൃത്യമായിട്ടും അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അത് സാവന്നയല്ല, അത് ഉഷ്ണമേഖല പുൽമേടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് നോക്കാം. അതിലാദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ മിതോഷ്ണ മേഖലാ പുൽമേട്. വടക്കേ അമേരിക്കയിലെ മിതോഷ്ണ മേഖലാ പുൽമേട് ഏതാണ്? പ്രയറിയാണ്. പ്രയറി ഇതാ കണ്ടില്ലേ, 23.5-യുടെ മേലെയായിട്ട് ഇതാ ഈ ഭാഗത്ത് ഇതാണ്, ഇത്രയും ഭാഗമാണ് പ്രയറി, ഈ അറ്റമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പ്രയറി. അപ്പോൾ അത് നോക്കി വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ഒരു ഭാഗമാണ്. അടുത്തത് തെക്കേ അമേരിക്കയിലെ മിതോഷ്ണ പുൽമേട്, അത് പാമ്പാസ് ആണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. 23.5-യുടെ അടിയിലായിട്ടാണ് കണ്ടോ പാമ്പാസ് നിൽക്കുന്നു. പിന്നെ നിങ്ങളോട് ചോദിക്കാവുന്നതാണ് ആഫ്രിക്കയിലെ മിതോഷ്ണ പുൽമേട്, വെൽഡാണ്. ആഫ്രിക്കയിൽ ഏറ്റവും കണ്ടോ ഈ താഴ്ഭാഗം 23, ആഫ്രിക്കയുടെ അറ്റം ഇതാണ്, താഴെ അറ്റം, തെക്കേ അറ്റം. ഇനി അടുത്തത് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏഷ്യയിലെ മിതോഷ്ണ പുൽമേട്. ഉത്തരം സ്റ്റെപ്പിയാണ്. SSLC 2026 റിപ്പീറ്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഏഷ്യയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഇതാ കണ്ടോ, ഇത്രയും ഭാഗങ്ങളാണ് ഏതെന്ന് പറയുന്നത്, യൂറോപ്പിലേക്കും കിടക്കുന്നുണ്ട്. ഇതാണ് സ്റ്റെപ്പിയാണ് അതിൻ്റെ പേര്. സ്റ്റെപ്പി, ഇവിടെ പ്രയറി, ഇവിടെ പാമ്പാസ്, ഇവിടെ വെൽഡ്, ഇവിടെ സ്റ്റെപ്പി. ഇനി അടുത്തത് ഓസ്ട്രേലിയയിലെ മിതോഷ്ണ പുൽമേട് ഡൗൺസ് ആണ്. ഓസ്ട്രേലിയയിലെ ഇത് കണ്ടില്ലേ, ഇതാണ് 23.5-യുടെ അടിയിൽ. ഇവിടെ സ്റ്റെപ്പി ചോദിക്കുമ്പോൾ യുറേഷ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ടൈഗ മേഖല ചോദിച്ചു കഴിഞ്ഞാൽ, ടൈഗ മേഖല കണ്ടില്ലേ, പ്രധാനമായിട്ട് യൂറോപ്പിലും
ഏഷ്യയിലുമായിട്ട് ഇതാ ഈ ഏകദേശം ഈ 66ൻ്റെ അടുത്തേക്കെത്തി. ഇവിടെ വടക്കേ അമേരിക്കയിലാണെങ്കിലും ഈ ഭാഗത്തും ഉത്തരാർദ്ധഗോളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ശരിക്കൊന്ന് നോക്കിക്കോളൂ. ഇതാണ് ടൈഗ മേഖല. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദ്യം വരാം. പേജ് നമ്പർ 49 അത് കൊടുത്തിട്ടുള്ളത്. ചിത്രം 2.12 ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ വടക്കേ അമേരിക്കയിലെ കാലാവസ്ഥ മേഖല. 55നും 70നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിച്ചിട്ടുള്ളത് ഉത്തരാർദ്ധഗോളമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ മാത്രമാണുള്ളത്. അപ്പോൾ അത് വടക്കേ അമേരിക്കയിലെ ഭാഗം എന്ന് പറയുമ്പോൾ ഇതാണ് ടൈഗയുടെ വടക്കേ അമേരിക്കയിലെ ഭാഗം. ഇത്രയും ഭാഗമാണ് അടയാളപ്പെടുത്തുക. ഇനി നിങ്ങളോട് ചോദിക്കാം, യൂറോപ്പിലും ഏഷ്യയിലുമായി കാണപ്പെടുന്ന കാലാവസ്ഥാ മേഖലാ പ്രദേശം. അത് നേരത്തെ നമ്മൾ മിതോഷ്ണ പുൽമേട് പറഞ്ഞെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ, അതായത് സ്റ്റെപ്പി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഏഷ്യയിലാണ്. എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യമാണ് വന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് ഇത്രയും ദൂരത്തോളം ഏഷ്യയുടെ ഈ 66യുടെ അടുത്തെത്തിയിട്ടോ, ആ ഭാഗത്താണ്. ചില ഭാഗങ്ങളിൽ യൂറോപ്പിൽ 66ൻ്റെ മേലെയും കയറിയിട്ടുണ്ട്. ഇതാണ് ടൈഗ മേഖല എന്ന് പറയുന്നത്. അടുത്ത് സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന കാലാവസ്ഥ മേഖലയും ഈ ടൈഗ തന്നെയാണ്. ഇതുതന്നെയാണ്. ഓക്കെ, ഇവിടെ തന്നെ അടയാളപ്പെടുത്തുക. കാര്യം റഷ്യയുടെ ഭാഗത്തുള്ള സ്തൂപികാഗ്ര വനങ്ങളുടെ പേരാണ് ടൈഗ. അതാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. അപ്പം ഇനി ഇത് നമുക്ക് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല കൂടി പഠിക്കാനുണ്ട്. അത് പേജ് നമ്പർ 59 ചിത്രം 3.3 അതായത് നിങ്ങളുടെ ഏതിലാണ് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ഈ ഭാഗത്താണ്, അതായത് 3ാമത്തെ പാഠത്തിലാണ് കൊടുത്തിട്ടുള്ളത്. 3ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താനുണ്ടാകുന്ന ഭാഗങ്ങളാണ് ഭൂമധ്യരേഖയുടെ ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് 2ാമത്തെ പാഠത്തിന് വേണ്ടി മാത്രം നോക്കുകയാണെങ്കിൽ ആമസോൺ തടം ഈ ഭൂമധ്യരേഖ ടച്ച് ചെയ്ത് പോകുന്ന ഭാഗങ്ങളാണ്. കണ്ടോ, ഇവിടെ ആമസോൺ തടമുണ്ട്. മധ്യ ആഫ്രിക്ക, അതായത് ഈ പൂജൽ എന്ന് പറയുന്നതിൻ്റെ ഭാഗം ടച്ച് ചെയ്യണം. അതിൽ ഓരോരോ ഭാഗം, തെക്കേ അമേരിക്കയുടെ ഭാഗത്ത് ആമസോൺ ഉണ്ട്, ആഫ്രിക്കയുടെ ഭാഗത്ത് മധ്യ ആഫ്രിക്ക, പിന്നെ ഇവിടെ ഏഷ്യയുടെ ഭാഗത്ത് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗങ്ങൾ. പിന്നെ നമുക്ക് ഇതിൽ ഈ പാഠത്തിനകത്തൊന്നുമില്ല. പിന്നെ 3ാമത്തെ പാഠത്തിൽ തന്നെയാണ് വരുന്നത്. എനിവേ, നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് എൻ്റെ മെറ്റീരിയൽ അല്ല. പക്ഷേ ഇത് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത ആളുകളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതിലുള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് ഹൈഡ് ചെയ്തതാണ്. കാര്യം നമുക്ക് അവരുടെ സ്വകാര്യത നമ്മൾ മാനിക്കണമല്ലോ. എന്തായാലും നിങ്ങൾക്കിത് ബയോവിഷൻ എന്ന് പറയുന്ന ഒരു ഗൂഗിളിൽ ബയോവിഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം ഒരു വെബ്സൈറ്റിൽ, ഒരു ബ്ലോഗിലേക്ക് പോകും. അവിടെ ധാരാളം മെറ്റീരിയലുകൾ പല സഹൃദയരായിട്ടുള്ള നല്ല അധ്യാപകരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അധ്യാപകർ അവരുടെ എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ എല്ലാ സബ്ജക്റ്റുകൾക്കും അവിടെ എന്ത് ചെയ്യാറുണ്ട്, മെറ്റീരിയലുകൾ കൊടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഒരു അധ്യാപകൻ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്തത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, അതെല്ലാം മായ്ച്ച് കളഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് SSLCക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ ബയോവിഷൻ എന്ന് പറയുന്ന ഈ ബ്ലോഗിൽ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആരാണ് തന്നതെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഫ്രീ ഓഫ് കോസ്റ്റിൽ എടുക്കാൻ വേണ്ടി പറ്റും. എനിക്കിത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരുടെ മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്തതാണ്. ഈ അവസരത്തിൽ ഞാൻ ബയോവിഷനോടും ഈ മെറ്റീരിയൽ ഉണ്ടാക്കി തന്നിട്ടുള്ള അധ്യാപകനോടും എൻ്റെ ഹൃദയമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.